ഹായ്, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറി കേട്ടോ. ഉലുവയൊന്നും ചേർക്കാതെ ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും മീൻ കറി എത്ര വെച്ചിട്ട് ശരിയാകാത്തവർക്കായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനെടുത്തിരിക്കുന്നത് 1/2 കിലോ മിൽക്ക് ഫിഷാണ്, പൂമീൻ. ഇത് തലഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 1/2 കിലോ വെയിറ്റ് വരുന്ന പൂമീനാട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് 10 ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 കുടംപുളി, പിന്നെ 1-ാം പാലും 2-ാം പാലും. ഇവിടെ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങ കേട്ടോ. ഈ 1 മുറി തേങ്ങയിൽ 1/2 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തിരുന്നതാണ് 1-ാം പാല്, 1 കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തിരുന്നതാണ് 2-ാം പാല്. അങ്ങനെയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പം നമുക്ക് എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ആദ്യം ചട്ടി ചൂടാക്കി അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 10 ചുവന്നുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറിയുള്ളി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി നമ്മൾ ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇഞ്ചി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടു ഞാനൊന്ന് വഴറ്റിയെടുത്തു. എടുത്തു വെച്ചിരിക്കുന്ന 3 പൊടികളും ഒന്നിനു പുറകെ ഒന്നായി ഇട്ട് കൊടുത്തു. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും ഒപ്പം 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ല രീതിയിൽ തിളപ്പിക്കാൻ വെച്ചേക്കാട്ടോ. ഒപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ 2 കഷ്ണം പുളി എന്നാണ് പറഞ്ഞത്, കുടംപുളി എന്നാണ് പറഞ്ഞത്. ഞാൻ 3 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ തേങ്ങാപ്പാൽ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ചട്ടിയുടെ നടുക്കാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ഒന്ന് തിള വന്നാലും പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നിക്കും, എന്നാലും അത് പിരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇനി ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്ന വരെ നമുക്കൊന്ന് തീ കുറച്ചിടാം കേട്ടോ. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായി തിളച്ചപ്പോൾ തന്നെ ചാറിലോട്ട് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്നും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചാറിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി മീനുമ്മ കൊള്ളാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യണം കേട്ടോ. അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫിഷ് വേവിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കാം. തീ ഓഫ് ചെയ്താലും കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചട്ടിയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും 3 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് നമുക്ക് അതുകൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം കറിയിൽ കുറച്ച് ചാറുള്ളതുപോലെ തോന്നിക്കും. അത് ചൂടാറിക്കഴിഞ്ഞാൽ ഇരുന്ന് കുറുകിക്കോളും. അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡിയായി. ഉലുവയൊന്നും ഇടാതെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച മീൻ കറി അങ്ങനെ റെഡിയായി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.